തുരങ്കപാത നിർമ്മിക്കുന്ന ഭാഗത്ത് ഉറപ്പുള്ള ചാർണോക്കേറ്റ് പാറകളായതിനാൽ തുരങ്ക നിർമ്മാണത്തിന് ഉചിതമാണെന്നും വലിയ പ്രതിസന്ധികൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.പി. പുരുഷോത്തമൻ. ഉറപ്പുള്ള പാറയായതിനാൽ 4 വർഷത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുരങ്കപാത നിർമ്മിക്കുന്ന ഭാഗത്ത് ഉറപ്പുള്ള ചാർണോക്കൈറ്റ് പാറകളായതിനാൽ തുരങ്ക നിർമ്മാണത്തിന് ഉചിതമാണെന്നും വലിയ പ്രതിസന്ധികൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.പി. പുരുഷോത്തമൻ പറഞ്ഞു. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതിയാണ് തുരങ്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 4 പ്രവേശനങ്ങളുള്ള പാതയിൽ കോഴിക്കോട് ഭാഗം തുറക്കുന്നതിനോടൊപ്പം വയനാട് ഭാഗവും തുറന്നുറങ്ങും. ഇതൊരു മാസത്തിനകം ആരംഭിക്കും. പാരിസ്ഥിതികാനുമതി ലഭിച്ചപ്പോൾ നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കും. ഇതിനായി 40 കോടി രൂപ കിഫ്ബി മാറ്റിവച്ചിട്ടുണ്ട്. നിർമ്മാണ ഘട്ടത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. ഉറപ്പുള്ള പാറയായതിനാൽ 4 വർഷത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും തുരങ്കപാത നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ടണൽ നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ ഒരു ദിവസത്തിലേക്ക് നമുക്ക് ഇന്ന് കടക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ടണൽ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൽ നമ്മൾക്ക് കരുതൽ വേണ്ടുന്നത് അത് വളരെ നിയന്ത്രിതമായിട്ട് മാത്രമേ ബ്ലാസ്റ്റിംഗ് ചെയ്യാറുള്ളൂ. അതുപോലെയാണ് നമ്മൾ അതിൻ്റെ എല്ലാ കരുതലുകളും കണ്ടുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ടണലിൻ്റെ കാലാവധി 4 വർഷമാണ്. 4 വർഷത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഈ 2 ടണൽ ട്വിൻ ടണലാണ്. ഈ 2 ടണൽ എന്ന് പറഞ്ഞാൽ 4 നമ്മുടെ ടണൽ ഫേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സൈഡിൽ അനക്കാമ്പൊയിൽ സൈഡിൽ 2, അതുപോലെ തന്നെ മേപ്പാടി സൈഡിലും 2 ഫേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 സ്ഥലത്ത് വെച്ച് നമുക്ക് ബ്ലാസ്റ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവിടെ ടണലിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ സ്റ്റാർട്ടിൽ അപ്രോച്ച് റോഡിന് ടണലിന് മുമ്പിലുള്ള വശങ്ങളിലുള്ള പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയും ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് തീർച്ചയായിട്ടും നമ്മൾ 1 മാസത്തിനുള്ളിൽ അവിടെയും ചെയ്യുന്നതായിരിക്കും. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.